കാഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ജനുവരി 4-ന് മാങ്കുളം പ്രദേശമാകെ പെട്ടെന്ന് സംഘർഷഭരിതമായി മാറുകയായിരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പൊതുജനവും പ്രത്യേകിച്ച് പഞ്ചായത്ത് അധികാരികളുമായി നടന്ന ഒരു വാഗ്വാദവും അതിനെ തുടർന്നുണ്ടായ ചില പ്രശ്നങ്ങളുമാണ് വലിയ തോതിൽ മാങ്കുളത്തെ സമാധാനരഹിതമാക്കി മാറ്റിയത്. എന്താണ് അതിൻ്റെ പിന്നാമ്പുറ ചരിത്രങ്ങൾ? ഇന്ന് കാഴ്ചപ്പാട് ചർച്ച ചെയ്യുന്നു. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ഫാദർ മാത്യു കരോട്ട് കൊച്ചിറക്കൽ ആണ്. അദ്ദേഹം മാങ്കുളം സെൻറ്റ് മേരീസ് ഫെറോന ചർച്ചിൻ്റെ വികാരിയാണ്. സ്വാഗതം ഫാദർ. മാങ്കുളത്ത് കഴിഞ്ഞ ജനുവരി 4-ന് തുടർന്ന് വലിയ ഇഷ്യൂ ആണ്. നേരത്തെ മുതൽ സംഘർഷം ഉള്ള ഒരു ഭൂമികയാണ് സത്യത്തിൽ മാങ്കുളം, പല പല കാരണങ്ങളാൽ. പക്ഷേ അടുത്ത കാലത്ത് ഭൂമി ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റുകാരുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ വലിയ സംഘർഷത്തിലാണ്. അച്ഛൻ ആ ജനകീയ സമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാളും കൂടിയാണ്. സത്യത്തിൽ ഈ ഫോറസ്റ്റുകാരുമായിട്ടുള്ള ഈ സംഘർഷത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? ഈ അടുത്ത നാളിൽ ഈ പ്രശ്നത്തിന് കാരണം അവിടെ പഞ്ചായത്ത് പണിത ഒരു പവലിയൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചാണ്. ബ്ലോക്ക് പഞ്ചായത്ത് 18 ലക്ഷം രൂപ കൊടുത്ത് ഒരു പദ്ധതിയിൽപ്പെടുത്തിയാണ് ഈ പവലിയൻ നിർമ്മിച്ചിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് പെരുമ്പങ്കുത്ത് എന്നുള്ള വെള്ളച്ചാട്ടം സൗകര്യപ്രദമായിട്ട് അപകടരഹിതമായിട്ട് നിന്ന് കാണാനും ആസ്വദിക്കാനും വേണ്ടിയിട്ടുള്ളൊരു ക്രമീകരണമാണ്. ഏകദേശം ഒരു 2 കൊല്ലം മുമ്പാണ് ഈ പവലിയൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 7 മാസത്തോളം അതിൻ്റെ പ്രവൃത്തികൾ തുടർന്നാണ് അത് തീർന്നത്. 1.5 കൊല്ലമായിട്ട് പണി തീർന്നു കഴിഞ്ഞപ്പോൾ അത് ഗ്രാമപഞ്ചായത്തിനെ ഏൽപ്പിക്കുകയും 1.5 കൊല്ലമായി അത് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടക്കുകയും ചെയ്തു. ഈ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്താണ്. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് അവരാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ പഞ്ചായത്താണ്. പണിതത് അവരാണ്. 1.5 വർഷമായിട്ട് പഞ്ചായത്തിൻ്റെ കീഴിലാണ്. അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറും അതിന് ചില ഉദ്യോഗസ്ഥരെല്ലാം അവർ നിയമിച്ചിട്ടുണ്ട്. അത് പഞ്ചായത്തിനുള്ള ഒരു വരുമാന മാർഗ്ഗമാണ്. പഞ്ചായത്തിന് വരുമാനം എന്ന് പറഞ്ഞാലും ഒരു 3-4 സഹോദരിമാർക്ക് അതൊരു ചെറിയ ജോലിയുണ്ട്, ഒരു വരുമാന മാർഗ്ഗമാണ്. അവരുടെ കുടുംബത്തിന് അവരുടെ കുടുംബശ്രീ പ്രവർത്തകരാണ് അതിൻ്റെ ഉദ്യോഗസ്ഥരായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ ഈ സ്ഥലം എന്ന് പറയുന്നത്, ഈ പവലിയൻ എന്ന് പറയുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അവിടെ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. മാങ്കുളത്തേക്ക് തന്നെ എല്ലാ ആഴ്ചകളിലും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്, വിനോദസഞ്ചാരികൾ വിവിധ ദേശത്തു നിന്നും, കേരളത്തിൽ നിന്നും, കേരളത്തിന് പുറത്തു നിന്നും, ആന്ധ്രയിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. അവരൊക്കെ വരുമ്പോൾ അവരെ ഏറ്റവും കൃത്യമായിട്ട് ആസ്വദിക്കുന്ന ഒരു സ്ഥലമാണത്. അത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു നല്ല ഉൾക്കാഴ്ചയുടെ ഫലമായിട്ടുണ്ടായിരിക്കുന്നതാണത്. അതിൻ്റെ പ്രവർത്തനം നടത്തേണ്ടത് പഞ്ചായത്ത് അതിൻ്റെ ഒരു പണിതിട്ട് അത് ഗ്രാമപഞ്ചായത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് അത് റൺ ചെയ്യുന്നു. അവിടെ ഫോറസ്റ്റുകാരെന്താണ് ജനുവരി 4-ാം തീയതി ജനുവരി 4-ാം തീയതി 3 DFമാരും 3-6 ACFും കൂടെ വരികയും ആ സ്ഥലം അവിടെ കടന്നു കയറി അവിടെ ഉണ്ടായിരുന്ന യാത്രികരെ അവരവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നത് അന്വേഷിച്ചു. അത് പഞ്ചായത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തിപ്പിക്കുന്ന സ്ഥലമായതുകൊണ്ട് അവരതിന് നിയമ നടപടികൾ അവർ സ്വീകരിച്ചില്ല. അവർ അങ്ങനെ അന്വേഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് പഞ്ചായത്തിന് ഞങ്ങളിങ്ങനെ അന്വേഷിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം അവർ അറിയിക്കേണ്ടതാണ്. അതവർ അറിയിച്ചിട്ടില്ല. പോലീസിലും അവർ വേണ്ടതായിട്ടുള്ള ഒരറിയിപ്പ് കൊടുത്തിട്ടില്ല. അച്ഛൻ്റെ അറിവനുസരിച്ച് ഈ പെരുമ്പൻകുത്ത് പവലിയൻ സ്ഥാപിച്ച സ്ഥലം ഈ ഫോറസ്റ്റുകാരുടെ ഈ മാങ്കുളം ഡിവിഷൻ്റെ കീഴിലാണോ അധികം മലയാറ്റൂർ ഡിവിഷൻ്റെ കീഴിലാണോ? അത് പട്ടയഭൂമിയിലും ആറ്റുപുറമ്പോക്കിലുമായിട്ട് ഇരിക്കുന്നത്. അതായത് വരിക്കയിൽ എന്ന് പറഞ്ഞ ഒരാളുടെ കൈവശം വരുന്ന പട്ടയഭൂമിയിലും അതിൻ്റെ ആറിൻ്റെയും പട്ടയഭൂമിയുടെയും ഇടയ്ക്കുള്ള പുറമ്പോക്കിലായിട്ടാണ് അതിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഫോറസ്റ്റ് ആണോ? അത് ഫോറസ്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അത് ഫോറസ്റ്റ് അല്ല. ഫോറസ്റ്റ് അല്ല. ഇത് ഒരാളുടെ കൈവശം വരുന്ന അത് റവന്യൂ ഭൂമിയാണെന്ന് പറയാനാവും. അത് പഞ്ചായത്തിൻ്റെ കൈവശം ഈ ഒരാളുടെ പട്ടയം അത് റവന്യൂ ഭൂമിയാണല്ലോ.
ആ റവന്യൂ ഭൂമിയുടെ ഒരു പഴയ എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ റവന്യൂ ഭൂമിയുടെ പുറമ്പോക്കെ പഞ്ചായത്തിൻ്റെയാണ്. അതെ, തീർച്ചയായിട്ടും. അത് അച്ഛൻ ഈ പറയുന്നത് ശരിയാണ്. റവന്യൂ ഭൂമിയുടെ പുറമ്പോക്കും പുഴയുടെ തീരങ്ങളും പുഴയും എല്ലാം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പഞ്ചായത്തിന് അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ റവന്യൂവിന് അവകാശപ്പെട്ടതാണ്. പക്ഷേ കാട്ടിലാണ് എങ്കിൽ, ഫോറസ്റ്റിലാണ് എങ്കിൽ ഈ പുഴയും തീരവും എല്ലാം അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് ഒരു ന്യായം അവർ ഉന്നയിക്കുന്നുണ്ട്. അത് ഫോറസ്റ്റിൽ കൂടി ആ പുഴ ഒഴുകുന്നെങ്കിൽ ഫോറസ്റ്റിൻ്റെ ആയിരിക്കും. ഇത് ഒരു സൈഡിൽ ഫോറസ്റ്റ്, മറു സൈഡിൽ ഫോറസ്റ്റ്. ആ സൈഡിന് അവർക്ക് അവകാശം അത് ഉന്നയിക്കുക. അതിന് ഇവിടെ ഗ്രാമപഞ്ചായത്തിലോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ അതിൻ്റെ അത് ആക്ഷേപമില്ല. ആ മറു സൈഡിൽ നമ്മൾ പവലിയൻ നിർമ്മിച്ചിട്ടില്ല, അവിടെ കാഴ്ചക്കാരും ഇല്ല. അവിടെ കാഴ്ചക്കാർ അങ്ങോട്ട് പോകാൻ പറ്റിയല്ലോ, പോകാൻ പറ്റത്തില്ല. അത് വനമല്ലേ, വനമാണ്. അപ്പോൾ അവരുടെ ഇപ്പോൾ ഈ ഫോറസ്റ്റുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ ഫോറസ്റ്റുകാരുടെ ചില കഠിനമായ നിയമങ്ങൾ ജനങ്ങളെ, പ്രത്യേകിച്ച് നമ്മുടെ ഇടുക്കി ജില്ലയിൽ താമസിക്കുന്നതിന്, അവരുടെ അധിവാസത്തിന് തടസ്സമായി, വിഘാതമായി നിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്, അക്കാര്യം സംശയമൊന്നുമില്ല. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ഞാൻ അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, ഈ ഫോറസ്റ്റിലൂടെ അനധികൃതമായ സഞ്ചാരങ്ങൾ അടുത്ത കാലത്ത് വർദ്ധിച്ചിട്ടുണ്ട്. അത് വാഹനം ഉപയോഗിച്ചും ടൂ വീലർ ഒക്കെ ഉപയോഗിച്ചുള്ള സഞ്ചാരങ്ങളാണ്. അത് ഞങ്ങൾക്ക് തടയേണ്ടതല്ലേ എന്നൊരു ന്യായം അവർ ഉന്നയിക്കുന്നുണ്ട്. അതിനകത്ത് വല്ല വാസ്തവമുണ്ട്? അവരുടെ വാദം ന്യായപൂർവ്വമല്ല. കാരണം തട്ടേക്കാട് നിന്ന് രാജപാത മൂന്നാറിനുണ്ടായിരുന്നു പണ്ട്. ആ രാജപാതയ്ക്ക് വഴി സർവേ ചെയ്തിട്ടിരിക്കുന്നതാണ്. ആ 24 വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയ സ്ഥലം. അത് ചെറിയ ഡാമേജ് മാത്രമേ വന്നാൽ സായിപ്പന്മാരത് ഫോറിനേഴ്സ് അത് വേറെ ഈ അടിമാലി വഴിക്കാക്കി എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇന്നാണെങ്കിൽ അത് പുനരുദ്ധരിച്ചത് അതിലൂടെ വഴിയുണ്ടായേനെ. ആ വഴിയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? ആ വഴിയുടെ പണി, ആ വഴി നല്ല ദേശീയപാത പോലെ എന്ന് പറഞ്ഞ പോലെ പണിത് തട്ടേക്കാട് പാലം തൊട്ട് കുട്ടമ്പുഴ വരെ പണിതിട്ടുണ്ട്. അത് അതിവിശാലമായിട്ട് പണിതിരിക്കുന്നത്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഞാനും അതിടത്ത് യാത്ര ചെയ്തു, ഞാൻ അത്ഭുതപ്പെട്ട് പോയി. ആ വഴി അത് ഇതിങ്ങപ്പുറത്തേക്കുള്ള വഴി അത് ഫോറസ്റ്റിൻ്റെ അല്ല, ആ വഴിയുടെ സ്ഥലം അവർ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ആ വഴിക്കും തടസ്സമായി നിൽക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതേപോലെ തന്നെ ഈ കാട്ടിൽ നിന്ന് ഈറ്റയെല്ലാം വെട്ടി ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്ന വഴിയാണ് മാമലക്കണ്ടം വഴി, ആവറൂട്ടി വഴി. അതിലേക്ക് വരാച്ചോ? ഞാൻ തീർച്ചയായിട്ടും വരാം. നമുക്ക് കുറച്ചുകൂടി ആയിട്ട് ബന്ധപ്പെട്ട് രാജപാത തെളിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ഞാൻ ചോദിച്ച ഒരു കാര്യമുണ്ടല്ലോ, ജനുവരി 4 ഇഷ്യൂ എന്താണെന്ന് അച്ഛൻ പൂർണ്ണമായിട്ടും? അത് യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം നമുക്ക് പ്രത്യക്ഷത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഈ അടുത്ത നാളിൽ കോടതിയിൽ നിന്നും മാമലക്കണ്ടം മാങ്കുളത്തേക്ക് ആളുകൾക്ക് യാത്ര ചെയ്യാം എന്നുള്ളൊരു താൽക്കാലികമായിട്ടുള്ളൊരു നിർദ്ദേശമുണ്ടായി. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത നടപടിക്രമമായിട്ട് പിന്നെ ആദിവാസികൾക്ക് യാത്ര ചെയ്യാം. അവർ പണ്ട് കുറച്ചുകൂടി അതിൻ്റെ അകത്ത് വനത്തില്ല, അപ്പം അതിൻ്റെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വഴി കോടതിയുടെ മുമ്പിൽ ഈ വഴി തെളിഞ്ഞു കഴിഞ്ഞാൽ കുറേ ദോഷങ്ങൾ വരും എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോറസ്റ്റ് വകുപ്പിൻ്റെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ തർക്കങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അവിടെ വന്നിരിക്കുന്ന ഇപ്പോൾ ഈ ജോബ് നെരിയംപറമ്പിൽ എന്ന് പറയുന്ന ഫോറസ്റ്റ് കൺസർവേറ്റർ ഓഫീസർ ഉണ്ടല്ലോ, അദ്ദേഹം, അതുപോലെ സുഭാഷ് എന്ന് പറയുന്ന DFO, ഇവർക്കൊക്കെ എതിരെയാണല്ലോ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. അതുപോലെ വേറെ 2 പേര് കൂടിയുണ്ട് ഈ പറയുന്ന ഫ്ലൈയിങ് സ്ക്വാഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, വിജിലൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇവർ ഈ 4 ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ അവിടെ ചില സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ജനുവരി മാസം 4-ാം തീയതി ഉണ്ടായി. അത് സത്യത്തിൽ ഇവരെന്ത് അന്വേഷിക്കാനും ഈ പവലിയനിൽ നിന്ന് ആളുകളെ ഇറക്കി വിടാൻ വേണ്ടി വന്നു? അതോ പവലിയൻ അവരുടെ അവകാശവാദം പവലിയൻ വനത്തിലാണെന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത് നിർമ്മിച്ചപ്പോഴൊക്കെ അവരവിടെ പോയിരുന്നു? അവർ തൊട്ടടുത്ത് അവരുടെ ഈ ഒരു ഫോറസ്റ്റുകാരി ഇരിക്കുന്ന കെട്ടിടമുണ്ട്, അതിന് ക്യാമ്പ് ഓഫീസ് ഏതാണ്ട്. അപ്പോൾ അവിടെ ആളുകളുണ്ടായിരുന്നു. ഇത് പണിത സമയത്ത് അവരാരും അവർ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. അവർ നമുക്ക് നോട്ടീസ് തന്നിട്ടില്ല. പഞ്ചായത്തിനാണല്ലോ കൊടുക്കേണ്ടത്. പഞ്ചായത്തിന് ഒരു അറിയിപ്പ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, പണിയാൻ പറ്റിയില്ല എന്നൊരു അറിയിപ്പ് അവർ കൊടുത്തിട്ടില്ല. ഇനി ഇത് അന്വേഷിക്കാൻ വന്നപ്പോൾ പോലും ഞങ്ങൾക്കൊരു സംശയമുണ്ട്, ഞങ്ങൾക്കിത് വെരിഫൈ ചെയ്യേണ്ട കാര്യമുണ്ട്
എന്നുള്ളൊരു അറിയിപ്പ് പോലും അവർ പഞ്ചായത്തിനോ പോലീസിനോ കൊടുത്തിട്ടില്ല. പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു പ്രാദേശിക ഭരണകൂടമാണല്ലോ അച്ചോ. തീർച്ചയായിട്ടും അവരെ അത് അറിയിക്കേണ്ടത് തന്നെയാണ്. അവരൊരു പ്രാദേശിക സർക്കാർ തന്നെയാണ്, അധികാരമുണ്ട്. അപ്പോൾ അത് അറിയിക്കാതെ വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായുള്ള വരവായിരുന്നു. അപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് അംഗങ്ങളടങ്ങുന്ന ഒരു 4 അംഗ സംഘമാണ് ആദ്യം അങ്ങോട്ട് ചെല്ലുന്നത്, വിവരം അറിഞ്ഞുകൊണ്ട് ചെല്ലുന്നത്. അങ്ങനെ ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നത് DFO ഉൾപ്പെടെ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന മാങ്കുളം DFO ഉൾപ്പെടെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത്. ഫ്ലൈങ് സ്ക്വാഡൊക്കെ എത്തിയതിന് ശേഷമാണ്. എനിക്കതിൻ്റെ എപ്പോഴാണ് വന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ഏതായാലും അവിടെ സംഘർഷം ഉണ്ടായെന്ന് അച്ഛൻ അറിയാം. സംഘർഷം ഉണ്ടായി. ഇവരെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത സജീവൻ അവരുടെ ഈ ഒരു പരാതി ഉണ്ടല്ലോ, മൂന്നാർ DYSP കൊടുത്തിരിക്കുന്ന പരാതി. ആ പരാതി സംഘർഷം ഉണ്ടാകുന്ന 4-ാം തീയതി, പരാതി കൊടുത്തിരിക്കുന്ന 9-ാം തീയതി. അതെന്തുകൊണ്ടായിരിക്കും അത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ഇത്രയൊരു ഡിലേ വന്നതെന്നുണ്ടായിരിക്കും? കേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു കേസിൻ്റെ കാര്യത്തിലേക്ക് അവരുടെ ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ജനങ്ങൾക്കെതിരെയും ഒരു കേസ് കൊടുക്കേണ്ട കാര്യമില്ല. അവരുടെ വിവേകരഹിതമായ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങളായത്. നിയമപരമായിട്ടും അതിൻ്റെ ഒരു സർക്കാരിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയിലും സർക്കാരിൻ്റെ സംവിധാനമായ മറ്റൊരു ഭാഗം എന്ന നിലയിലും അവരത് പരസ്പരം ഈ കാര്യങ്ങൾ വേണ്ട രീതിയിൽ അറിയിച്ച് ചെയ്തിരുന്നെങ്കിൽ ഒരു സംഘർഷം അവിടെ ഉണ്ടാകുകയില്ലായിരുന്നു. അപ്പോൾ ഫോറസ്റ്റുകാരോട് നമുക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ, അവരും മനുഷ്യരാണ്, അവരവരുടെ ജോലി ചെയ്യുന്നു. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ തന്നെ വെച്ചാൽ പഞ്ചായത്തിൻ്റെ കൈവശം ഇരിക്കുന്ന റവന്യൂ ഭൂമിയിൽ അത് അവരുടേതാക്കാനായിട്ട് അവർ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. കാലാകാലങ്ങളായിട്ട് ഫോറസ്റ്റുകാരോട് ഹൈറേഞ്ചിലെ ജനങ്ങൾക്കൊരു വിരോധം നിലവിൽ ഇങ്ങനെ അത് ആരൊക്കെയോ ബോധപൂർവം സൃഷ്ടിക്കുന്നു എന്ന് പറയാനാവില്ല. എന്തായാലും അവരുടെ പ്രവർത്തനങ്ങൾ മൂലം അത് സംഭവിക്കുന്നുണ്ട്. ഫോറസ്റ്റുകാരെ ശത്രുക്കളായി കാണുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരവിടെ ഒരു പരിശോധനയ്ക്ക് വരികയും വളരെ പെട്ടെന്ന് ആളുകൾ സംഘടിക്കുകയൊക്കെ ചെയ്തപ്പോൾ അത്രയും ആളുകൾക്കിടയിൽ വെച്ച് ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെയും അവർ കൈകാര്യം ചെയ്തു, കയ്യേറ്റം ചെയ്തു എന്നത് അല്ല. പവനിയിൽ ഈ പറയുന്ന വൻ ജനാവലി ഒന്നും ഇല്ലായിരുന്നു. അതിനുശേഷം അവർ അവിടുന്ന് പോരുന്ന സമയത്തേക്കാണ് ആളുകൾ അറിഞ്ഞ് ആളുകൾ ചെയ്യുന്നത്. അച്ഛൻ്റെ അന്വേഷണത്തിൽ അവർ കയ്യേറ്റം ചെയ്തു എന്നുള്ളത് വാസ്തവം. കയ്യേറ്റം ചെയ്തു എന്നുള്ള കാര്യം അവർ പറയുന്നത്, അവർ നുണ പറയേണ്ട കാര്യമില്ല. ഇല്ല, തിരിച്ച് ഫോറസ്റ്റുകാരെ കയ്യേറ്റം ചെയ്തു പിന്നീട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതിപ്പോൾ കേസാകുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് പറയും, അതൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കയ്യേറ്റം ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഒരു അട്രോസിറ്റിയുടെ ഭാവവും കൂടിയാണല്ലോ. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പ്രസിഡന്റ് അവരുടെ പരാതിയിൽ അത് പറയുന്നുണ്ട്. ഈ DYSP കൊടുത്ത പരാതിയിൽ നിന്ന് നാളെ ഇതുവരെ, ഇന്നിപ്പോൾ ഡേറ്റ് എന്ന് പറയുന്നത് 20-ആണ്, ആ ഡേറ്റ് നാളെ ഇതുവരെ യാതൊരുവിധ ആക്ഷൻസ് ഉണ്ടായില്ലേ? അത് ആക്ഷൻസ് അത് അവർ അതിൻ്റെ നിയമ നടപടികൾ എങ്ങനെയാണ് അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് അന്വേഷിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അച്ഛൻ ഉൾപ്പെടെ ഇത് മുഖ്യമന്ത്രിയെ കാണാൻ പോയിരുന്നില്ലേ? മുഖ്യമന്ത്രിയല്ല കണ്ടത്, നമ്മൾ വനം വകുപ്പ് മന്ത്രിയെ കാണാൻ പറ്റിയത്. അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങൾ നമ്മുടെ അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് എന്താണ്? അതേ ഒരു ജനതയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം പറഞ്ഞത് ഒരു വിശാലമായുള്ളൊരു കമ്മിറ്റിയെ കൂട്ടി, അതായത് ഞങ്ങൾ ഒരു ആവശ്യപ്പെട്ട ഒന്നാമത്തെ കാര്യം, റവന്യൂ മന്ത്രി, പഞ്ചായത്ത് മന്ത്രി, ഈ ജില്ലയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, വനം മന്ത്രി എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളിൽ നിന്ന് പ്രതിനിധികൾ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രതിനിധികളെല്ലാം ഉൾപ്പെടെ ഒരു വിശാല യോഗം വിളിക്കണമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് അവരോട് സംസാരിച്ചിട്ട് തീരുമാനമെടുക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് അദ്ദേഹം പറഞ്ഞതിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു റിസർവേഷൻ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രസിഡന്റ് മാങ്കുളം ഭരിക്കുന്നു, അവർക്ക് എതിരെ അതിശക്തമായ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഈ പരാതി അനുസരിച്ച്, അതുണ്ടായില്ലോ എന്നുള്ളതല്ല എനിക്കറിയില്ല, പക്ഷേ പരാതി അനുസരിച്ചുണ്ടാകുന്നു. പക്ഷേ ആ പരാതിക്ക് വേണ്ടത്ര ഗൗരവം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്ന് ജനകീയ സമിതിക്ക് ആക്ഷേപമുണ്ടോ? ഞങ്ങൾക്ക് ആക്ഷേപമുണ്ട്. അതിനെതിരെ ഞങ്ങൾ തുടർ നടപടികളായിട്ട് ഇന്ന് പഞ്ചായത്തിൻ്റെ കമ്മിറ്റി ഇതിനെ കൂടുന്നുണ്ട്. അത് പഞ്ചായത്തിൻ്റെ കമ്മിറ്റി കൂടിയിട്ട് അവർ എടുക്കുന്ന തീരുമാനങ്ങൾ മനസ്സിലാക്കിയിട്ട് ജനകീയ സമിതി തീരുമാനങ്ങൾ അതിനോടനുബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കും. നമ്മൾ 2 ദിവസം പഞ്ചായത്ത്, ഇത് യഥാർത്ഥത്തിൽ പൊതുസമൂഹവും ഫോറസ്റ്റുകാരും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു വിഷയമല്ല. പഞ്ചായത്തിൽ ഞങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളെ അവർ മർദ്ദിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ അവമാനിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടേണ്ടതായിട്ട് വന്നു ഇപ്പോഴും. പക്ഷേ ഒരു കാര്യം ശരിയാണ്, ഏറ്റവും അടിസ്ഥാനപരമായുള്ള കാര്യം 1971 കണ്ണൻദേവൻ ലാൻഡ് റിസംപ്ഷൻ ആക്ട് എന്നുള്ളൊരു ആക്ടുണ്ട്. ആ ആക്ട് തൊട്ടുള്ള സർക്കാരിൻ്റെ ഉത്തരവുകളിലെ കോടതി വിധിക്ക് എതിരായിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഉത്തരവുകളുടെ
എല്ലാം പരിണിത ഫലമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. തീർച്ചയായിട്ടും 1966 തൊട്ടേ ഈ സെൻട്രൽ ബാങ്കിൻ്റെ പൂട്ടലുമായി ബന്ധപ്പെട്ട് തൊട്ട് കുടിയേറ്റം ആരംഭിച്ചതാണ് അവിടെ. ഈ കുടിയേറ്റം, മാങ്കുളത്തെ കുടിയേറ്റവും അവിടുത്തെ അധിവാസവും അവിടുത്തെ അതിജീവനവും ഒക്കെ വളരെ സങ്കീർണമാണ് നിയമപരമായി. സ്റ്റേ, അതിന് പുറത്ത് സ്റ്റേ, പിന്നീട് സർക്കാർ സ്റ്റേ ഒഴിവാക്കുന്നു. പിന്നെ 5000 ചില്ലുവാനും ഏക്കർ ഭൂമി അല്ലെങ്കിൽ ഹെക്ടർ ഭൂമി വിതരണം ചെയ്യുന്നു. കൂടാതെ 500 ചില്ലുവാൻ അതിന് മുമ്പ് കൊടുക്കുന്നു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കൊള്ളരുതാത്ത ഭൂമി, ജീവിക്കാൻ പറ്റാത്ത ഭൂമി വിതരണം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സത്യമാണ്. ഇതിനെ തുടർന്ന് സത്യത്തിൽ മാങ്കുളത്തെ ആളുകൾ അസഹനീയമായ ജീവിത പ്രാരാബ്ദങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ആളുകളാണ് പല മേഖലകളിലും. ഇപ്പോഴും അതേപോലെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കൂടുതൽ ദുരിതപൂർണ്ണമാകുകയാണ്. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 6 ഇങ്ങപ്പുറം കയറി അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ കൈവശം ഇരിക്കുന്ന, പഞ്ചായത്തിന് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാനും ടൂറിസം വളർത്താനായിട്ടും സാധിക്കുന്ന കാര്യങ്ങൾ ഒക്കെ വനമാണ് എന്നുള്ള പേരിൽ കൈവശപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുകയാണ്. അതിന് കാരണം 2007 ഒരു ഓർഡർ, ഒരു സർക്കാർ ഉത്തരവാണ്. തീർച്ചയായിട്ടും ആ ഉത്തരവനുസരിച്ച് പറയുമ്പോഴത്തേക്കും അത് ജനങ്ങളെ ഞെരുക്കുന്ന തരത്തിലുള്ള ഒരു ഉത്തരവാണത്. ആ ഉത്തരവ് പിന്നീട് വന്ന ഗവൺമെൻറ് മാറ്റിയില്ലേ? അത് മാറ്റി എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു ജോയിൻറ്റ് വെരിഫിക്കേഷനിലൂടെ ഫോറസ്റ്റും റവന്യൂ ഭൂമിയും തമ്മിൽ തരംതിരിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഈ തർക്കത്തിന് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തും. അതിൻ്റെ സർവേ ഇപ്പോഴും തുടരുന്നു. അതിൻ്റെ സർവേ എന്ന് വെച്ചാൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വരുമ്പം ഫോറസ്റ്റുകാരെ ഒബ്ജക്ഷൻ ഉന്നയിക്കും, തടസ്സവാദം ഉന്നയിക്കും. അപ്പോൾ പിന്നെ അവരവിടെ വെള്ളം നിൽക്കും, ഉദ്യോഗസ്ഥന്മാർ തർക്കത്തിന് നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ അച്ഛനോട് ഞാനൊരു കാര്യം തുറന്ന് ചോദിക്കട്ടെ. സത്യത്തിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ നമുക്കിതിന് കുറ്റം പറയാനാവും. ഞാൻ അവരെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അവരുടെ ഭാഗത്തുള്ള തെറ്റുകളെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടാണ്, നമ്മളൊരു ജനകീയ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് സ്വന്തമായി അങ്ങനെ ഒരു നയമുണ്ടോ? സത്യത്തിൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. അച്ഛനറിയാലോ, കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും കാലാകാലങ്ങളിൽ ഭരിക്കുന്ന 2 സ്റ്റേറ്റ് ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അതിന് ഉത്തരവാദികളാണ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ വനം വകുപ്പ് അനുസരിച്ചും കേരളത്തിൻ്റെ വനം നിയമം അനുസരിച്ചുമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ഫോറസ്റ്റുകാരനോട് നമ്മൾ എതിരിടുമ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു സർക്കാരിൻ്റെ നയമായ അല്ല എന്ന് ജനങ്ങൾ ധരിക്കുന്നത്? അല്ല, അത് കാരണം വെച്ചാൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വരുമ്പം ജോയിൻറ്റ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കാനായിട്ട് സഹകരിക്കാതെ അവർ എല്ലാ സ്ഥലത്തും ഒരു തടസ്സവാദിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഏത് ആരുടെ പോളിസിയുടെ ഭാഗമാണ് അത്? ഇപ്പം ഇത്രയും നാളും വേറെ ഉദ്യോഗസ്ഥർ വന്നപ്പം ജനങ്ങളും ഫോറസ്റ്റുകാരും തമ്മിൽ ഇവിടെ ഒരു വലിയ തർക്കമില്ലായിരുന്നു. ജനങ്ങൾ ഫോറസ്റ്റ് കയറി എന്തെങ്കിലും ഉത്തരവും ചെയ്യുന്ന പറഞ്ഞുള്ള കേസുകളും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ DFO ആണ് ഇതിന് ഉത്തരവാദി. അദ്ദേഹമാണ് ഈ എവിടെയെല്ലാം നുഴഞ്ഞു കയറി ഏതെല്ലാം സ്ഥലങ്ങൾ മനുഷ്യൻ താമസിക്കുന്നത് വനമാക്കാമെന്ന് അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടും പഞ്ചായത്തിൻ്റെ അധീനതയുള്ള സ്ഥലം വനത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് അദ്ദേഹം നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ നിശ്ചിത ഹെക്ടർ സ്ഥലം അവിടെ വനഭൂമി ആക്കിക്കൊണ്ടുള്ളൊരു ഉത്തരവ് കഴിഞ്ഞ വർഷം വന്നിരുന്നല്ലോ. അന്നേരം അതിൻ്റെ അകത്ത് അത് ഉത്തരവ് വന്നെങ്കിൽ ആ ഉത്തരവ് അവിടെയുള്ള ജനങ്ങളുടെ കണക്കിലെടുക്കാത്ത ഉത്തരവാണത്. കാരണം വെച്ചാൽ അവരുടെ കൈവശം ഇരിക്കുന്ന ഭൂമി, അവർക്ക് അസൈൻമെൻറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഭൂമി സർക്കാർ തന്നെ പ്ലോട്ടായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ട് കൊടുക്കുക, എന്നാൽ കടലാസുകൾ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഭൂമി, ഇനി കൊടുക്കാനായിട്ടുള്ള പ്ലോട്ടുകളുടെ ഭൂമി, ഇതൊക്കെ എവിടെയാണെന്ന് കാണിക്കണ്ടേ? അതൊക്കെ തരംതിരിച്ചെടുക്കണം. അതെല്ലാം തരംതിരിച്ച് അത് വെരിഫൈ ചെയ്യണം. സർക്കാർ ഇത്ര പ്ലോട്ട് കൊടുക്കാൻ 1990 തീരുമാനിച്ചിരിക്കുന്നു. അത് ഇന്ന് വരെ അത് പൂർത്തിയാക്കിയിട്ടില്ല. അത് പൂർത്തിയാക്കി ജനങ്ങൾക്ക് കൊടുക്കണം. ഈ ഫോറസ്റ്റുകാർ പറയുന്ന ഒരു ന്യായം, അത് ശരിയോ തെറ്റോ എന്നല്ല ഞാൻ പറഞ്ഞത്, ശരിയാവണം, ചിലപ്പോൾ തെറ്റാവാം. പക്ഷെ അവർ പറയുന്ന ഒരു ന്യായം, ഈ ടൂറിസത്തിൻ്റെ ഭാഗം, വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ട് ആ മേഖല, ഇപ്പം അച്ഛൻ പറഞ്ഞ തട്ടേക്കാട് വഴിക്കും അതുപോലെ തന്നെ നമ്മുടെ കല്ലാർ വഴിക്കും ഒക്കെ കുരിശുപാറ വഴിക്കും ഒക്കെ ആയിട്ട് ധാരാളം ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ അവിടെ എത്തുന്നുണ്ട്. ഈ ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഈ വലിയ പാറക്കുട്ടി എന്ന് പറയുന്ന സ്ഥലം, അതൊരു വലിയ കയമാണല്ലോ. ആ കയത്ത് ഇടമലക്കുടിക്കോ മറ്റോ അവിടെ നിന്ന് തിരിഞ്ഞ് ആനക്കുളത്ത് തിരിഞ്ഞ് പോകുന്ന സ്ഥലമാണെന്ന് അച്ഛനറിയാമായിരിക്കും. അപ്പോൾ അവിടെ ഈ ആളുകൾ മരിക്കുന്നു. 8 പേരോളം കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കിടയിൽ മരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 3 കുട്ടികളാണ് അവിടെ മുങ്ങി മരിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജീവഹാനി സംഭവിക്കുമ്പോൾ അത്തരം മേഖലകൾ ടൂറിസത്തിന് പറ്റിയതല്ല എന്ന് കണ്ട് ബ്ലോക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഫോറസ്റ്റിനുണ്ടോ? അത് ഈ ഫോറസ്റ്റിന് മാത്രം ഉത്തരവാദിത്വമെന്ന് ഞാൻ പറയില്ല. പക്ഷേ അന്നേരത്തേക്കും ചെയ്യേണ്ട കാര്യം അവിടെ സുരക്ഷിതമായിട്ട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് ടൂറിസം നടത്താനുള്ള ക്രമീകരണങ്ങൾ പഞ്ചായത്തിൻ്റെ കൈവശം ഇരിക്കുന്ന സ്ഥലത്ത് പഞ്ചായത്ത് ചെയ്യേണ്ടതാണ്. അതിന് ഫോറസ്റ്റുകാർ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരൊരു കാര്യം ചെയ്യുന്നില്ല. ഫോറസ്റ്റുകാർ വിനോദസഞ്ചാരത്തിന് ഉതകുന്ന ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ് നിരന്തരമായിട്ട് അതിലൂടെ ജീപ്പ് ട്രക്കിങ് നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല. ഈ കുറത്തിക്കൂടി നേരത്തെ ഇവിടെ ഈ കല്ലാറ് വഴി തെളിയുന്നതിന് മുമ്പ് മനുഷ്യൻ പോയിക്കൊണ്ടിരുന്നൊരു വഴിയാണ്. ഈ കഴിഞ്ഞ തവണ അവർ കിടങ്ങുണ്ടാക്കി അത് അടച്ചു കളഞ്ഞത്. പിന്നെ അതിൻ്റെ രൂപാന്തരപ്പെട്ടു. എന്ന് വെച്ചാൽ യാതൊരു കാരണവശാലും മനുഷ്യൻ പണ്ട്
അവരുടെ യാത്രയ്ക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന, അതായത് ഈ കല്ലാറിലേക്ക് മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഈ മനുഷ്യനെല്ലാം ഒന്നെങ്കിൽ ആറാം വെയിൽ, അല്ലെങ്കിൽ ഇരുമ്പ് കാലം, അല്ലെങ്കിൽ മച്ചിപ്പിളാവ്, ഇതെല്ലാം പോയത് ഈ വഴിയോടുകൾക്കല്ലേ? തീർച്ചയായിട്ടും. ഈ തന്നെയല്ല, ഈ വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായി മൂന്നാറിലേക്ക് എത്തുന്ന ജനങ്ങൾ മൂന്നാറിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഈ ഓഫ് റോഡ് ട്രക്കിങ് അല്ലെങ്കിൽ ട്രക്കിംഗ് ഒക്കെ മാങ്കുളത്ത് ശക്തമായി വികസിക്കുന്നതിൻ്റെ ഒരു കാരണം അതാണല്ലോ അച്ചോ. കാരണം അവിടെയുള്ള ആളുകൾക്ക് അതൊരു വരുമാന മാർഗ്ഗമാണ്. കാരണം വിനോദസഞ്ചാരം വികസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു വരുമാനവും കൂടി സംസ്ഥാനത്തിനുണ്ടാകുന്നത് പോലെ തന്നെ രാജ്യത്തിനുണ്ടാകുന്നത് പോലെ അവിടുത്തെ ജനങ്ങൾക്കും ഉണ്ടാവണം. അതിൻ്റെ ഒരു വികസന മാതൃക പഞ്ചായത്തും സൃഷ്ടിക്കും. ആ കാര്യത്തിലൊന്നും സംശയമില്ല. ഇപ്പോൾ അച്ഛൻ കുറത്തിക്കുടിയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ കുറത്തിക്കുടി നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ആദിവാസി മേഖലയാണ്. ഈ കുറത്തിക്കുടി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ NH നിന്ന് 6-ാം മൈലിൽ നിന്ന് കയറി പോകുന്ന വഴിയുണ്ടല്ലോ, അതിൽ പോകാമായിരുന്നു. അതുപോലെ നമുക്ക് മാങ്കുളത്ത് ഞാനും പോയിട്ടുണ്ട്, കുറത്തിക്കുടി പലവട്ടം പോയിട്ടുണ്ട്, മാങ്കുളത്തുനിന്നും പോയിട്ടുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പാസ് ഏർപ്പെടുത്തിയത്? അത് അവരുടെ കൈവശമാണെന്ന് പിന്നീട് ഒരു രേഖ കാണിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു തന്ത്രമായിട്ട് മാത്രമേ ഞാൻ പറയുള്ളൂ. അവർക്കെന്താണ് അതിലെ ആളുകൾ എത്രയോ, ഇപ്പം അച്ഛൻ സൂചിപ്പിച്ചല്ലോ, എത്ര പതിറ്റാണ്ടുകളായി രണ്ട് വഴിക്ക് ആളുകൾ സഞ്ചരിക്കുന്ന വഴിയാണ്. സാറേ ഞാൻ ചോദിച്ചോട്ടെ, അവിടെ ഈ ഇതിന് ആണെങ്കിൽ പഞ്ചായത്തല്ലേ, ഈ പിന്നെ അടിമാലി പഞ്ചായത്ത് അവിടെ പാലങ്ങളും കലുങ്കുകളും എല്ലാം നിർമ്മിച്ച് കുറത്തിക്കുടിയിലുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമെന്ന് പറഞ്ഞു. അവരുടെ ആവശ്യമനുസരിച്ച് അവർ വാഹനത്തിൽ പോയി. തീർച്ചയായിട്ടും. അന്നേരം അതൊക്കെ ചെയ്തത് സർക്കാരല്ലേ ചെയ്തത്? അവിടെ ഏകാധ്യാപക വിദ്യാലയം പണ്ട് കാലത്ത് 97-98 കാലത്ത് പ്രവർത്തിച്ച നാൾ മുതൽ ഈ കുറത്തിക്കുടിയെ സംബന്ധിച്ച് നല്ല നിശ്ചയമുണ്ട് എനിക്ക്. ഞാൻ ഈ രണ്ട് വഴിക്കും പോയിട്ടുണ്ട്. അപ്പോൾ കുറത്തിക്കുടി അടിമാലി പഞ്ചായത്തിലാണല്ലോ അതിരിക്കുന്നത്. അടിമാലി പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖല, ആദിവാസി മേഖലയും കൂടിയാണ്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഇപ്പോൾ എടമലക്കുടിയിലേക്ക് നമ്മൾ പോകുന്നതിന് രാജമലയിൽ പാസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്, പാസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്, അച്ഛനറിയാം. അപ്പോൾ അവിടെ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പോകുന്നതിന് പ്രത്യേകിച്ച് പാസ് കൊടുക്കുക. അപ്പോൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നോ ഈ പാസ് ഏർപ്പെടുത്തിയത്? അത് ഞാൻ അതിന് വിധി മൊത്തം വായിച്ച് നോക്കിയ ഒരാളെ വിധി ആളുകൾക്ക് യാത്ര ചെയ്യാം, പോകാം എന്നുള്ള വിധിയുണ്ടെന്നുള്ള കാര്യമാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ അതിലൂടെ അച്ഛനിപ്പോൾ ഉദാഹരണത്തിന് അച്ഛന് കുറത്തിക്കുടിയിലേക്ക് പോകണമെങ്കിൽ പാസ് എടുക്കണമോ? ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് പാസ് എടുക്കേണ്ടായിരിക്കും. കാരണം ഞാൻ അവിടുത്തെ മാങ്കുളത്തെ തന്നെ വികാരിയായതുകൊണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെയാണ്. കാണിക്കുമായിരിക്കും. അപ്പോൾ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് പാസിന്റെ ആവശ്യമില്ല, പുറമേ നിന്ന് ഒരാൾ വരുമ്പോൾ പാസിന്റെ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് ആദ്യം ആദിവാസി അവിടെ താമസിക്കുന്ന കുറത്തിക്കൂടി നിവാസികൾക്കും മറ്റ് യാത്ര ചെയ്യുന്നവർക്കും എല്ലാം പാസ് ഏർപ്പെടുത്തി. ഇപ്പോഴത്തെ നിലയിൽ കുറത്തിക്കൂടി നിവാസികൾക്ക് പാസിന്റെ ആവശ്യമില്ല. ബാക്കിയുള്ള പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കാണ് പാസിൻ്റെ. ഈ പുറത്തുനിന്ന് ആളുകൾ വരുമ്പോൾ, മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ ധാരാളമായി വരുമ്പോൾ ഈ വനം കണ്ട് ആസ്വദിക്കുന്നതിനും വനത്തിൽ അകത്തേക്ക് കടക്കുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു വല്ലാത്ത ആനന്ദമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രത്യേകിച്ച് നഗരങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ വനം കാണുമ്പോൾ വനത്തിൻ്റെ സ്വച്ഛത, അതിൻ്റെ വന്യത, ഇതെല്ലാം ആളുകൾ വല്ലാതെ ആകർഷിക്കുക. ഈ പുതിയ കുട്ടികൾ, പുതിയ ജനറേഷനിൽപ്പെട്ട ആളുകൾ വനത്തിനുള്ളിലൂടെ ബൈക്ക് ഓടിക്കുകയും അവർ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോഴെങ്കിലും അവർ ചില അരുതാത്ത സാധനങ്ങൾ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്ത് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ വലിച്ചെറിയുന്ന ഒരു സംവിധാനം ഈ ഫോറസ്റ്റുകാർ ആലോചനപ്പെടുത്തുന്നുണ്ടോ? അവർ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നില്ല. അങ്ങനെ ഇപ്പോൾ ഏതായാലും കഴിഞ്ഞ കോടതി വിധി കഴിഞ്ഞിട്ടാണ് ആളുകൾ ഇവിടെ വന്നത്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമുക്കറിയാൻ പാടില്ല. കഴിഞ്ഞ തവണ തന്നെ ഒരു നായ്ക്കുട്ടി ഒരു വണ്ടിയിലുണ്ടായിരുന്നു പറഞ്ഞിട്ട് 5-6 പേരുടെ പേരിൽ കേസെടുത്തു. പക്ഷേ അവരുടെ അവിടെ ഈ നായ്ക്കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞ് പാസ് മേടിച്ച് പോകുന്നവരവർ. അത് ശരി, പാസ് കിട്ടിയവരാ അപ്പോൾ പാസ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ഒരു കേസെടുത്തെങ്കിൽ അതിൻ്റെ അകത്തൊരു ഹിഡൻ അജണ്ട ഉണ്ടെന്നുള്ളതിന് തെളിവില്ലേ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ പാസ് കൊടുക്കാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ ഇന്നിപ്പോൾ നിങ്ങളുടെ പട്ടിക്കുട്ടിയുണ്ട്, ഞങ്ങൾ പാസ് തരികയില്ല എന്നവർക്ക് പറയാം. പക്ഷേ അവർ പാസ് കൊടുത്തു. അതിനുശേഷം ഈ നായ്ക്കുട്ടിയെ കൊണ്ട് അവിടെ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് ഈ ആവശ്യമില്ലാത്ത അതായത് ഇപ്പം അവരുടെ പരിശ്രമം എന്ന് പറഞ്ഞാൽ ഈ ആവശ്യമില്ലാത്ത സംഘർഷങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നു എന്ന് കാണിച്ച് എൻ്റെ ഒരു ചിന്തയാണ് പറയുന്നത്. അത് ഇനി കോടതിയിൽ ഇതിൻ്റെ അടുത്ത തുടർ നടപടികൾ വരുമ്പം അത് കാണിച്ച് അതിലേക്കുള്ള സഞ്ചാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ടും മലയോര ഹൈവേ ഇല്ലാതാക്കാനായിട്ടുള്ള നടപടിയാണത്. മലയോര ഹൈവേ അതിലാണല്ലോ വരുന്നത്. മലയോര ഹൈവേ പഴയ റോഡ് പുനഃസ്ഥാപിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിൽ. അത് പഴയ വഴി തന്നെ, ആ വഴി നല്ല വഴിയാണ്. ഇപ്പൊ തുറന്നു കഴിഞ്ഞപ്പോൾ ഞാനും അതിലൂടെ പോയി. തന്നെയല്ല, മൂന്നാറിലേക്കുള്ള സഞ്ചാരത്തിൽ പിന്നെ സാറേ ഇതിൻ്റെ എല്ലാം എന്നാണെന്നറിയോ, ഇത് വനം വകുപ്പിന് അതിലൂടെ വരുമ്പോഴത്തേക്കും വനത്തിനും അതുപോലെ തന്നെ മൃഗങ്ങൾക്കൊന്നും ശല്യമില്ലാത്ത രീതിയിൽ ഈ ടൂറിസത്തെ വികസിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അത് സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് തന്നെ വലിയ നേട്ടമാണത്.
ഇതിപ്പോൾ ഒരു വ്യക്തിക്ക് കിട്ടിയാൽ അതിന് ടാക്സിൻ്റെ അംശം കൊടുക്കണ്ടേ? ആ കാര്യത്തിൽ അച്ഛൻ പറഞ്ഞ സംശയമില്ല. പക്ഷേ ഇടുക്കിയിലെ പുതിയ ഭൂപതിവ് നിയമങ്ങൾ, നിയമങ്ങളൊക്കെ അനുസരിച്ച് ഇപ്പോൾ എല്ലാം സാധാരണ ആളുകൾക്ക് എതിരായിട്ടാണല്ലോ വരുന്നത്. അത് വരുന്നത് എന്നാ കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പം അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം, ഇടുക്കി മുഴുവൻ വനമാക്കാനുള്ള ഏതെങ്കിലുമൊക്കെ ആളുകളുടെ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളുടെ ഒരു ഗൂഢലക്ഷ്യത്തിൻ്റെ ഫലമായിട്ടാണ് നിരന്തരമായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അത് വീണ്ടും ഈ പ്രശ്നങ്ങൾ സങ്കീർണമായിക്കൊണ്ടിരിക്കും. കൂടുതൽ ആളുകൾ സംഘടിക്കുകയും. ഇപ്പോൾ മാങ്കുളത്തെക്കുറിച്ച് തന്നെ പറയുമ്പോഴത്തേക്ക് ഇതിനിടയ്ക്ക് റീബിൽഡ് കേരള എന്ന് പറഞ്ഞ് 15 ലക്ഷം രൂപയ്ക്ക് 5 ഏക്കർ വരെ സ്ഥലം കൊടുത്തിട്ട് പോകാനായിട്ടൊരു ഓർഡർ വന്നു. ഞാൻ ചോദിച്ചോട്ടെ സാറേ, തലയ്ക്കകത്ത് മൂളയുള്ള ഏതെങ്കിലും ഒരു 15 ലക്ഷം രൂപയ്ക്ക് അവന് 5 ഏക്കർ കൊടുത്തിട്ട് പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അവന് 2 പെൺമക്കളുണ്ടെങ്കിൽ അവനെ എവിടെ നിന്ന് പൈസ മേടിച്ചാൽ കെട്ടിക്കണ്ടേ? അല്ല, ആ ഒരു ഒറ്റ കാര്യത്തിൽ തന്നെ കുട്ടികളെ എങ്ങനെയാ പഠിപ്പിക്കേണ്ടത്? അതിന്റെ പിന്നിൽ ഒരു നിഗൂഢമായ പദ്ധതി ഉണ്ടെന്നുള്ള ഉറപ്പല്ലേ? അതാ ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും. അതായത് അത് വനം വാക്കാം. അതായത് ഏകവനം പദ്ധതി, അതായത് ഇങ്ങനെ പറമ്പിക്കുളോ ഏതാണ്ട് തൊട്ട് ഇനി പെരിയാർ വന്യമൃഗ സംഘടന രണ്ടും ടൈഗർ റിസർവുകളാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ ഇങ്ങനെ മലയോര മേഖലയുടെ ഒന്നിപ്പിക്കാനായിട്ടുള്ള ഒരു പദ്ധതിയുടെ കോറിഡോർ ഉണ്ടാക്കുക എന്ന് പറയുന്ന വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് ഓരോരോ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ഒറ്റയ്ക്ക് ഇവിടെ എല്ലാം ആകുമെന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം എതിരാകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ശകലിച്ച് തിന്നുക, പയ്യെ തിന്നാൽ പനിയെ തിന്നുക എന്നുള്ള തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അത് മനുഷ്യത്വരഹിതമാണ്. ഇപ്പം അത് നമ്മൾ പല കാര്യങ്ങൾ, ഞാൻ കസ്തൂരിരംഗൻ കാടുകൾ കമ്മിറ്റി റിപ്പോർട്ടിലെല്ലാം വായിച്ചിട്ട് മാത്രമേ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളൂ. ഞാൻ ആരെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗിക്കുകയല്ല. ഞാൻ വായിച്ച് നോക്കിയിട്ട് മാത്രം ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്വേഷിക്കും. എൻ്റേതായുള്ള രീതിയിൽ അന്വേഷിച്ച് എൻ്റെ വെറാസിറ്റി എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ഞാൻ അത് പറയുള്ളൂ. അല്ലാതെ ഞാനൊരു കാര്യം പൊതുസമൂഹത്തിൽ പറയുകയില്ല. അപ്പോൾ ഈ കാര്യത്തിന് ഇങ്ങനെ പൊതുസമൂഹത്തിന് മുഴുവൻ അങ്ങനെ ഒരു ചിന്തയുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം? ഇപ്പോൾ അതിന് റീബിൽഡ് കേരള, ഈ റീബിൽഡ് കേരളയിൽ ഇപ്പം ഞാൻ പറഞ്ഞ റീബിൽഡ് കേരളയ്ക്ക് തന്നെ ഫണ്ട് ഈ വനവൽക്കരണത്തിന് കിട്ടുന്ന ഫണ്ടിക്കൂട്ട് കിട്ടിയിട്ടുണ്ടല്ലോ, ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ അപ്പം ഇതിനെല്ലാം ഒരു കാര്യങ്ങളുണ്ട്. ഈ വനവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടി നടക്കുകയാണ്. അപ്പോൾ അന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ അന്ന് ചില ആളുകൾ ചോദ്യം ചെയ്തു. ഇന്ന് അവർക്കത് ചോദ്യം ചെയ്യാൻ പറ്റില്ലാത്ത സാഹചര്യത്തിലേക്ക് അവർ തന്നെ വന്നു. തീർച്ചയായിട്ടും അത് ശരിയാണ്. കാരണം ഭരിക്കുന്ന ഗവൺമെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പിന്നിലൊരു ഹിഡൻ അജണ്ട ഉണ്ട് എന്ന് പൂർണ്ണമായിട്ട് ആളുകൾക്ക് ബോധ്യപ്പെട്ട് വരുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ ഇതിനിടയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊരു സംഘർഷം, മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം, അതിപ്പോൾ ഏറ്റവും കൂടുതൽ ഈ വന്യമൃഗ ശല്യം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗം മാങ്കുളത്ത്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഓരോ സമയത്ത് ഇപ്പം ഡിസംബർ മാസത്തിൻ്റെ ഒരു പകുതി കഴിയുന്ന സമയത്ത് വിരിപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ആനകൾ വരും. അതെല്ലാ കൊല്ലം വരും. അത് ഇന്നും ഇന്നലെയും വന്നു തുടങ്ങിയ കാര്യമല്ല. അതിൻ്റെ കീഴിലാണ് ഈ നക്ഷത്രക്കുത്ത് എന്ന് പറയുന്ന നക്ഷത്രക്കുത്ത്. അങ്ങനെ പറയാം, നമ്മുടെ സിൽക്ക് എന്ന് പറഞ്ഞതിൻ്റെ ഒരു പഞ്ചായത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വൈദ്യുതി നിലയം ഉണ്ടാക്കി കറണ്ട് കൊടുത്ത പഞ്ചായത്തിലേക്ക് വരുമാനം ഉണ്ടാക്കിയ സ്ഥലമാണ്. അതിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? അവിടെ ചില പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഫണ്ട് പഞ്ചായത്ത് സാങ്ഷൻ ചെയ്തിട്ട് അതവിടെ പണി നടത്താനായിട്ട് ഫോറസ്റ്റുകാർ സമ്മതിക്കുന്നില്ല. അല്ല, അത് ഓൾറെഡി സർക്കാർ പഞ്ചായത്ത് കറണ്ട് എടുത്ത് വിറ്റുകൊണ്ടിരുന്നതല്ലേ? അതെ. ഇത് പ്രശ്നം വെച്ചാൽ പുതുതായിട്ടുണ്ടാകുന്ന നിയമങ്ങളുടെ പേരിൽ പണ്ട് കാലത്ത് തൊട്ടുള്ള കാര്യങ്ങളുടെ മേൽ ആധിപത്യം പുലർത്താനായിട്ട് ഫോറസ്റ്റുകാർ പരിശ്രമിക്കുന്നു. ഈ പ്രളയകാലത്ത് അത് നഷ്ടപ്പെട്ടിരുന്നു വെച്ചോ? അതിന് ഏതാണ്ട് കേടുകൾ സംഭവിച്ചതിന് കാരണം ഉണ്ടാക്കാൻ പറ്റില്ലാത്ത കാര്യം വന്നായിരുന്നു. അത് വേറെ കരാർ കൊടുത്ത്, ഒരു കമ്പനിക്ക് കരാർ കൊടുത്ത് അതിൻ്റെ ഒരു പുനരുദ്ധാരണ പരിപാടികൾ നടക്കുന്നു. അതിൻ്റെ പുനരുദ്ധാരണ പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് അതിന് ഫണ്ട് അലോട്ട് ചെയ്യുകയും എല്ലാം ചെയ്തിട്ടും ഫോറസ്റ്റുകാരെ സമ്മതിക്കില്ല. നമുക്ക് തിരിച്ചു വരാം. ഈ ആന വരുന്ന കാര്യം അച്ഛൻ പറഞ്ഞത്. ആന വരുന്ന കാര്യം, ആനക്കുളത്ത് ആന എന്നും വന്നുകൊണ്ടിരിക്കുന്നല്ലേ? അവിടെ ഒരു പ്രത്യേക ഉപ്പുരസമുള്ള വെള്ളമുണ്ട്. ആനയും മനുഷ്യനും തമ്മിൽ അവിടെ യാതൊരു സംഘർഷവും ഇല്ലായിരുന്നു. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ ഫോറസ്റ്റ് വകുപ്പിൻ്റെ ഒരു വേണ്ട രീതിയിൽ ചിന്തിക്കാതെ ചെയ്യുന്ന ചില കാര്യങ്ങളും ഈ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാൻ കാരണമാകുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ മൃഗങ്ങൾക്ക് കാട്ടിൽ തീറ്റയില്ല. തീറ്റയില്ലാതെ ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ അവിടെ ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നില്ല. മറ്റേ നാണ്യ മരങ്ങൾ മാത്രമേ വെച്ച് പിടിപ്പിക്കുന്നുള്ളൂ ഫോറസ്റ്റിനകത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തേക്ക് അല്ലെങ്കിൽ കൂപ്പായിട്ട് വെക്കുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും വിറ്റ് എന്തെങ്കിലും ഒരു പൈസ കിട്ടുന്ന സൈസ് സാധനങ്ങൾ വെക്കുന്നു. ഇപ്പം അങ്ങനെ ആഹാരം കിട്ടുന്നുണ്ടെങ്കിൽ ഈ സാധനം പുറത്തേക്ക് വരികയല്ലോ. പിന്നെ എണ്ണം പെരുകില്ല. പിന്നെ എണ്ണം ഭയങ്കരമായിട്ട് പെരുകി. എണ്ണ എടുത്ത കുറേ ആളുകളൊക്കെ എണ്ണം എങ്ങാണ്ട് എടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ഇടയ്ക്ക് വായിച്ച് ഈ കേരളത്തിൽ ആകെ 44,000 48,000 കാട്ടുപന്നികൾ മാത്രമേ ഉള്ളൂ. എനിക്ക് അത്ഭുതം തോന്നി, ഈ മനുഷ്യർ എവിടെ പോയെന്നാണ് ഇതിൻ്റെ എണ്ണം എടുത്തതെന്നുള്ള കാര്യം.
ഒരു പന്നി ഒരു പ്രാവശ്യം പ്രസവിച്ച് കഴിഞ്ഞാൽ 12 പന്നിക്ക് ഇവിടെ 10 എങ്കിലും ഉണ്ടാകുന്നുള്ളതായിരുന്നു. അല്ല 10 മുതൽ 20 വരെ ഉണ്ടാവാൻ കണക്ക്. എന്നിട്ട് ഇത് ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാലോ, അതല്ലേ പ്രധാനപ്പെട്ട കാര്യം. ആദിമ കാലത്തിന് വെച്ചാൽ മൃഗങ്ങളെ മറ്റ് രാജ്യങ്ങളിലൊക്കെ അത് അധികരിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ എണ്ണം കുറയ്ക്കാനായിട്ടുള്ള ചില പദ്ധതികൾ അവിടെയുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമേ ഒരു മൃഗത്തിൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെയുള്ള ചില പദ്ധതികൾ ആവിഷ്കരിക്കാത്തുള്ളൂ. എന്നും എന്തെങ്കിലും കാണിക്കണമെന്ന് നമ്മൾ ആരും പറയുകയില്ല. ന്യായമാണ്. ഈ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം ഇടുക്കി ജില്ലയിൽ മാത്രമല്ല, കേരള സംസ്ഥാനത്ത് ആകെ, നാട്ടിൽ പോലും ഈ മുള്ളംപന്നിയും. ഇനിയിപ്പോൾ അവർ ആന വർദ്ധിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇതിൻ്റെ എണ്ണമൊക്കെ ചില പറയുന്നുണ്ടല്ലോ. ആന വർദ്ധിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ആനക്കുളത്ത് പലപ്പോഴും ആന കാണാൻ പോകും. എനിക്ക് ഇഷ്ടമാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഓരോ ഫാമിലി ആന വരുമ്പോഴും അതിൻ്റെ കൂടുതൽ എത്ര കുഞ്ഞുങ്ങളുണ്ട്. തീർച്ചയായിട്ടും അത് അച്ഛൻ പറയുന്നതിനകത്തൊന്നും. പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങൾ ചത്തു പോകണമെങ്കിൽ അതിന് ഹെർപ്പിസ് എന്ന് പറഞ്ഞ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ മാത്രമേ ചത്തുപോകുള്ളൂ. ബാക്കി എല്ലാ കുഞ്ഞുങ്ങളും ആരോഗ്യത്തോടു കൂടി തന്നെ നിൽക്കും. 600-700 ആനകൾക്ക് മൊത്തം അധിവസിക്കാനുള്ള കാർഡാണ് നമുക്കുള്ളത്. അതിന് 6000 അല്ല 7000 അല്ല, ആ തരത്തിലേക്കാണ് എണ്ണം പെരുകുന്നത്. സാറേ, ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ഇന്ത്യയിൽ ആവേശികമായിട്ട് ഒരു സംസ്ഥാനത്തിൻ്റെ ഏരിയയുടെ ആവേശികമായിട്ട് ഏകദേശം 30% വനമുള്ള ഒരു സംസ്ഥാനമാണിത്. അതെ, അതിൻ്റെ അകത്ത് കൊള്ളുന്നിടത്തോളം സാധനത്തിനല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. അത് ആ ഏരിയ വർദ്ധിപ്പിക്കാനാണ് ഇപ്പൊ തീരുമാനം. ആ ഏരിയ വർദ്ധിപ്പിക്കുന്നത് അതിനാണ് മാങ്കുളമൊക്കെ വനമാക്കുന്നത്. അത് ഞാൻ എന്നാ ചെയ്താലും അവസാനത്തെ ആൾ പോകുന്നിടം വരെ അവിടെ അച്ഛൻ കാണും. അതിനെക്കുറിച്ച് തർക്കിക്കണ്ട. പക്ഷേ ഈ ചെയ്യുന്നത് മനുഷ്യത്വരഹിതമായ കാര്യമാണ്. ഞാൻ അങ്ങനെയാണ് ചോദിച്ചോട്ടെ, ഇവർ ഈ പരിസ്ഥിതി സംരക്ഷിക്കാനായിട്ടാണെങ്കിൽ എറണാകുളത്ത് ചതുമല നികത്തി അങ്ങനെ കെട്ടിടം പണിയുന്നത്, ഇതിന് പെർമിറ്റ് കൊടുക്കുന്ന ആരാ? 5 ഏക്കർ വനത്തിന് തുല്യമാണ് 1 ഏക്കർ. അത് സുപ്രീം കോടതി വരെ ചോദിച്ചല്ലോ അച്ഛൻ. മാത്രമായ ഒരു പ്രത്യേക നിയമം എന്തിന് എന്നൊക്കെ ചോദിച്ചല്ലോ. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചില ബുദ്ധിമാന്മാർക്ക് വേണ്ടി പറയാൻ വന്ന കാര്യം മാത്രമേ ഉള്ളൂ. അത് അവരുടേതായുള്ള തലത്തിൽ ചർച്ച ചെയ്യാം. പക്ഷേ അതല്ലാതെ ഇത് മനുഷ്യത്വരഹിതവും ഇടുക്കിയിലുള്ള മുഴുവൻ ജനതയ്ക്ക് എതിരായിട്ടുള്ള നടപടിക്രമമാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഫോറസ്റ്റ് വകുപ്പ്. എല്ലാ കുടിയേറ്റ മേഖലകളിലും, പ്രത്യേകിച്ച് ഹൈറേഞ്ചിൻ്റെ ആദ്യകാല സമയങ്ങളിലൊക്കെ ഈ കത്തോലിക്ക സഭ, പ്രത്യേകിച്ച് അച്ഛന്മാർ, കത്തോലിക്ക പള്ളിയിലെ അച്ഛന്മാർ ഈ കുടിയേറ്റ കാലങ്ങളിൽ ആളുകൾക്ക് തുണയായി നിന്നിട്ടുണ്ട്, നേതൃത്വമായി നിന്നിട്ടുണ്ട്, അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ പള്ളി ഉണ്ടായി, റോഡുണ്ടായി, വികസനങ്ങൾ, കറണ്ട് ഉണ്ടായി, ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഒരു പള്ളി വന്നു കഴിഞ്ഞാൽ ഒരു സ്കൂൾ വരും, ആശുപത്രി വരും, അവരുടെ പിള്ളേർക്ക് അവർക്ക് ചികിത്സിക്കാൻ സൗകര്യം കിട്ടും, അവരുടെ പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാരണങ്ങളുള്ളതുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും സഹകരണത്തോടു കൂടി തന്നെയാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. അവസാനമായി വെച്ചാൽ നമ്മുടെ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഈ സാധാരണ ഒരു കുടിയേറ്റ ജനത അനുഭവിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി സഹന വഴികളിലൂടെ നടന്നാണ് മാങ്കുളംകാർ. അത് 1-2 കുടിയിറക്കുകളല്ല, 71, 77, പിന്നെ 95, ഇങ്ങനെ പല വട്ടങ്ങളിൽ അവർ കുടിയിറക്കപ്പെട്ടിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അതിനിടയിൽ ഈ KDH ആക്ട് 1, മറ്റൊന്ന് ഈ കണ്ണൻദേവൻ കമ്പനി നേരിട്ട് ഇവരെ മർദ്ദിച്ചിറക്കി വിട്ടിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ വളരെ മർദ്ദനത്തിന് വിധേയമായി. സർക്കാരല്ല അത് ചെയ്തത്, ഒരു ഭരണകൂടത്തിൻ്റെ പോലീസ് അല്ലാതെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒട്ടേറെ സഹനങ്ങൾക്ക് വിധേയരായ മാങ്കുളം ജനതയുടെ അതിജീവനം സത്യത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് ഇനി നടക്കാൻ പോകുന്നത്, അല്ലേ? അത് സാറേ, ഇത് എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ സർക്കാർ എത്രയും വേഗം ഒരു ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്തണം. ആ ഭൂമി തമ്മിൽ വനവും റവന്യൂ, പിന്നെ മനുഷ്യൻ്റെ കൈവശം ഇരിക്കുന്ന പണ്ട് കാലത്ത് കുടിയേറി അവൻ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഉണ്ട്. ഈ സ്ഥലങ്ങൾ തമ്മിൽ വേർതിരിച്ച് സംഘർഷം തീർന്നു. പിന്നെ വന്യമൃഗങ്ങൾ കയറാതിരിക്കാനായിട്ട് സോളാർ വേലിയാണെങ്കിൽ അത്, ട്രഞ്ച് ആണെങ്കിൽ അത്, ഇങ്ങനെയുള്ള സാധനം ഇതിനെല്ലാം പൈസ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ. അത് ഇവർ വണ്ടി മേടിക്കാൻ മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമുണ്ടോ? മനുഷ്യൻ്റെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്, മനുഷ്യന് ഉപദ്രവം ഉണ്ടാകാതിരിക്കാനായിട്ട് ഉപയോഗിക്കണ്ടേ? അതിനുവേണ്ടി അവർ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഓരോ സംഭവം ഉണ്ടായി കഴിയുമ്പം ഓടിയെത്തി കുറേ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യമല്ല. ദീർഘവീക്ഷണമുള്ള ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്തിൻ്റെയും സാഹചര്യങ്ങളുടെയും ജനങ്ങളുടെയും വനത്തിൻ്റെയും എല്ലാം കാര്യങ്ങൾ സന്തുലിതമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഒരു സമീകൃത ആകാരം എന്ന് പറയുന്ന പോലെ ആർക്കും ദോഷമില്ലാത്ത നടപടിക്രമങ്ങൾ സ്വീകരിക്കാം. ഡോക്ടർ ബാബു പോളിന് ശേഷം ഇടുക്കി ജില്ലയുടെ ആദ്യത്തെ കളക്ടറിന് ശേഷം ഈ ശിവാനന്ദൻ സാറ് കളക്ടറായി വന്ന ഒരു സമയമുണ്ട് ഇടുക്കിയിൽ. ശിവാനന്ദൻ സാർ ഈ മാങ്കുളത്തിന് വേണ്ടി ഒരു പ്രത്യേക പ്രോജക്റ്റ് തന്നെ തയ്യാറാക്കിയിരുന്നു. പക്ഷേ അന്ന് ആ പ്രോജക്റ്റ് അംഗീകരിക്കപ്പെട്ടു വരുന്നെങ്കിൽ ഒരുപക്ഷെ മാങ്കുളം ഇന്ന് കാണുന്നതിനേക്കാൾ ഏറെ വികസിതമായിരിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. അത് നിരാകരിച്ചതിൻ്റെ പിന്നിലെ കഥയല്ല അച്ഛനറിയാം. അത് ഇങ്ങനെ ഒരു സംഭവത്തെ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ നിർദ്ദേശങ്ങൾ തിരസ്കരിക്കപ്പെട്ടു എന്നുള്ള കാര്യം എനിക്കറിയാം. അത് സ്വീകരിച്ചിരുന്നെങ്കിൽ
മാങ്കളത്തിൻ്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ പരിഹരിക്കപ്പെടുമായിരുന്നു എന്നാണ് അവിടെയുള്ള ആളുകൾ പൊതുപ്രവർത്തകരൊക്കെ പറയാം. ഞാനും അത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ ശ്രദ്ധയിലൊന്ന് പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഈ ചർച്ച അവസാനിക്കുന്ന കാരണം മാങ്കളത്തിൻ്റെ വികസനത്തിന് ടൂറിസമാണ് പ്രധാനപ്പെട്ട കാര്യം. പുതിയ വഴികളൊന്നും ഉണ്ടാക്കി ഒരാളും എങ്ങോട്ടും പോകുന്നില്ല. പണ്ട് കാലം തൊട്ട് മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴികൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ആ വഴികൾക്ക് തടസ്സം ഉണ്ടാക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മലയോര ഹൈവേ. ആ മലയോര ഹൈവേ കിട്ടാനായിട്ടുള്ളൊരു സാധ്യത ഇപ്പോൾ കോടതി വഴി തെളിഞ്ഞു വന്നിരിക്കുന്ന സമയത്ത് അതിന് തടസ്സം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ സമീപകാല പ്രശ്നങ്ങളെല്ലാം ഫോറസ്റ്റ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ശരി. അതും ഇതിനു മുമ്പുള്ള ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിരുന്നു. അവരാരും തമ്മിൽ ഇങ്ങനെയുള്ള സംഘർഷം ഉണ്ടായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഇനി മനുഷ്യൻ കടന്നു കയറി വനത്തിൽ എന്തെങ്കിലും അതിക്രമങ്ങൾ ചെയ്തതിനെക്കുറിച്ച് അത്യപൂർവമായിട്ടുള്ള എന്തെങ്കിലും കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാത്രം അത് സ്വാഭാവികമാണ്. അതല്ലാതെ നിരന്തരമായിട്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ പരിപാടികളും അവരുടെ ലിസ്റ്റ് പോലും ഇല്ലാത്തതാണ്. വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായി ആളുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ, ആളുകൾ കാണാൻ വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു വനസൗന്ദര്യം ആസ്വദിക്കാനൊക്കെ ആയിട്ട് ധാരാളം ആളുകൾ വരും. പോരെങ്കിൽ ഒരു പുഴ, ആ പുഴയുടെ ഒരു സൗന്ദര്യം, ഒപ്പം തന്നെ ആ പുഴയിൽ ഒരു പ്രത്യേക ഭാഗത്ത് മാത്രം വെള്ളം കുടിക്കാനെത്തുന്ന ആനകൾ, അതിനെ കാണാനുള്ള ആളുകളുടെ കൗതുകം, പിന്നെ ഇപ്പോൾ പെരുമ്പൻകുത്ത് ഭാഗത്തുള്ള വെള്ളച്ചാട്ടം, ഇതൊക്കെ ആളുകളെ സംബന്ധിച്ച് ആകർഷിക്കും. പ്രത്യേകിച്ച് 1924 മഹാപ്രളയകാലത്ത് നഷ്ടപ്പെട്ട റോഡും എസ്റ്റേറ്റുകളും ഒക്കെയാണ് ഈ മാങ്കുളത്തുള്ളത്. അപ്പോൾ മാങ്കുളത്തിന് അങ്ങനെ ഒരു പ്രാക്തന ചരിത്രം കൂടിയുണ്ട്. വളരെ പുരാതനമായ ഒരു ചരിത്രം കൂടി മാങ്കുളത്തിനുണ്ട്. ഒരുപക്ഷെ അടിമാലിക്കുള്ള റോഡ് വികസിച്ചാൽ മാങ്കുളം അവികസിത മേഖലയായി രൂപപ്പെടും. അതുകൊണ്ട് ഒരുപക്ഷെ ആ റോഡ് വികസിച്ചാൽ ഈ ഭാഗത്തിന് വികസനം കുറഞ്ഞു പോകും. ഇങ്ങനെയൊക്കെയുള്ള ചില തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ തർക്കത്തിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം അതിലൂടെ വികസിച്ചാലും ആ ആളുകൾ മൂന്നാറിൽ പോയിട്ട് തിരിച്ച് അടിമാലി ഒഴികെ പോകുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അങ്ങനത്തെ ഒരു കാര്യമില്ല. ചിലർ ഇതിലൂടെ വരും. അവരൊക്കെ അവിടെ മുറികൾ കിട്ടുന്നത്, അവിടെ താമസിക്കാൻ പറ്റുന്നതനുസരിച്ചാണ് മനുഷ്യൻ പോകുന്നത്. അവർ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. മുറികളുടെ എണ്ണത്തിനും ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ബാധിക്കുന്ന കാര്യമില്ല. ഇടുക്കി ജില്ലയുടെ വികസനം എന്ന് പറയുന്നത് ടൂറിസത്തിലൂടെ മാത്രമേ നടക്കുള്ളൂ. പ്രത്യേകിച്ച് മാങ്കുളത്തിൻ്റെ കാര്യം യാതൊരു സംശയവും വേണ്ട. മൂന്നാറിലേക്കുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന നിലയിൽ, എളുപ്പ സഞ്ചാര മാർഗം എന്ന നിലയിലൊക്കെ മാങ്കുളത്തിനൊട്ടേറെ സാധ്യതകളാണുള്ളത്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഞാനൊരു ചുമ്മാ ഒരു ചോദ്യം ചെയ്യാം. ഈ രാജപാത വികസിപ്പിക്കുന്നില്ലെങ്കിൽ തട്ടേക്കാട് പാലം തൊട്ട് കുട്ടമ്പുഴ വരെ ഇത്രയും വീതിയോട് ഇത്രയും നല്ല വഴി എന്തിനു നിർമ്മിച്ചു എന്നുള്ളതിന് ഒരു മറുപടി പറയണമല്ലോ. തീർച്ചയായിട്ടും അതൊക്കെ സർക്കാരിൻ്റെ കാലാകാലങ്ങളിലുള്ള അത് പറയണം. നമ്മളിപ്പം വെറുതെ ഒരു 10 കിലോമീറ്റർ നീളം ഒരു നാഷണൽ ഹൈവേ പോലെ വെട്ടി അവിടെ കൊണ്ട് തീരാനായിട്ടാണെങ്കിൽ അത്രയും പൈസ കൊടുക്കേണ്ട കാര്യമില്ല. ഒരിക്കലുമില്ല. അവർക്ക് ആ വികസനം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് വികസനം വേണം, അത് വളരെ നല്ലതാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. അതിൻ്റെ തുടർച്ച വേണമെന്നാണ് അച്ഛൻ പറയുന്നത്. അതിൻ്റെ തുടർച്ച തീർച്ചയായിട്ടും അതിൻ്റെ കണ്ടിന്യൂഷൻ ഇങ്ങോട്ട് വേണമെന്നും അത് പണിയണമെന്നും. ഈ 2 വഴിയുടെ സ്ഥലങ്ങൾ ഫോറസ്റ്റിൻ്റെ അല്ല എന്നുള്ളതുകൊണ്ടാണ്. അതിന് രേഖകളുണ്ട്. പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവകാശം ഉന്നയിക്കുന്നുണ്ട്. അതിന് രേഖകളുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ടാണ് അച്ഛൻ സംസാരിച്ചത്. സമയത്തിൻ്റെ പരിമിതി മൂലമാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ചർച്ച നീട്ടിക്കൊണ്ട് പോകാൻ പറ്റും. ധാരാളം കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. സമയം നമുക്ക് അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അച്ഛൻ അവസാനിപ്പിക്കുന്നത്. വളരെ ആത്മാർത്ഥമായിട്ടാണ് അച്ഛൻ ഈ കാര്യത്തിൽ നിൽക്കുന്നത്. മാങ്കുളത്തെ ജനങ്ങളുടെ സ്വപ്നങ്ങൾ, ജീവിത അഭിലാഷങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടേണ്ടതാണ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം എന്ന് വെച്ചാൽ അതിന് ആര് വിഘാതമായി നിന്നാലും, ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊരു സംഘർഷമല്ല. നമുക്കിപ്പോൾ ആരുമായിട്ടും സാറേ പിണക്കോ വൈരാഗ്യമോ വ്യക്തിവിദ്വേഷമോ ഒന്നുമില്ല. പക്ഷേ നമ്മുടെ ജനങ്ങളുടെ കാര്യം നടക്കണം, അവർക്ക് കുഴപ്പമുണ്ടാകരുതെന്ന് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഞാനും അവിടെയുള്ള എല്ലാ പാർട്ടികളുടെ നേതാക്കന്മാരും അവസാനം വരെ പോരാടുക തന്നെ ചെയ്യും. ഇത് ഒരാളുടെ മാത്രം പരിപാടിയല്ല, പൊതുസമൂഹത്തിൻ്റെ പരിപാടിയാണ്. തീർച്ചയായിട്ടും. വളരെ നന്ദിയുണ്ട് അച്ചോ. ഈ രാവിലെ ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് ഇവിടെ എത്തുന്നതിനും വളരെ റിസ്ക് എടുത്താണ് അച്ഛനെത്തിയത്. അച്ഛന് എത്തുകയും ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിനും വളരെ നന്ദി. നമസ്കാരം. താങ്ക് യു. 1960കളിലാണ് മാങ്കുളത്തേക്കുള്ള കുടിയേറ്റം ആരംഭിക്കുന്നത്. അന്ന് തൊട്ട് ഇന്നോളം ഈ 2024 വരെയുള്ള കാലഘട്ടങ്ങളിൽ മാങ്കുളം നിവാസികളുടെ കണ്ണുനീർ തോർന്നിട്ടില്ല. എല്ലാ ദിവസങ്ങളും ഒന്നിനൊന്ന് വഷളാകുന്ന ഭൂപ്രശ്നങ്ങളും ജീവിത പ്രശ്നങ്ങളും അവരെ അലട്ടുകയാണ്. ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ജീവിത പ്രശ്നങ്ങൾ, അതിജീവനത്തിനുള്ള പോരാട്ടങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. എന്നാണ് ഇത് അവസാനിക്കുക? നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.